അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 22. സഹോദരന്മാരെ, പിതാക്കന്മാരെ, എനിക്ക് ബോധിപ്പിക്കുവാനുള്ള ന്യായം കേൾപ്പിൻ. ആരാമ്യ ഭാഷയിൽ അവരെ അഭിസംബോധന ചെയ്തത് കേട്ടപ്പോൾ അവർ വളരെ ശാന്തരായി. പൗലോസ് ഇങ്ങനെ തുടർന്നു: കിലിക്കയിലെ തർസോസിൽ ജനിച്ച ഒരു യഹൂദനാണ് ഞാൻ. എന്നാൽ വളർന്നത് ഈ നഗരത്തിലാണ്. ഗമാലിയേലിന്റെ കീഴിൽ നമ്മുടെ പിതാക്കന്മാരുടെ ന്യായപ്രമാണം സംബന്ധിച്ച് എനിക്ക് സമഗ്രമായ ശിക്ഷണം ലഭിച്ചു. ഇന്ന് നിങ്ങളിൽ ഏതൊരാളും ആയിരിക്കുന്നത് പോലെ തന്നെ ഞാനും ദൈവത്തിനു വേണ്ടി വളരെ തീഷ്ണയുള്ളവനായിരുന്നു. ഈ മാർഗത്തെ നശിപ്പിച്ച് ഇല്ലാതെയാക്കുവാനായി ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടികൂടി ജയിലിലടയ്ക്കുകയും കൊല്ലുവാൻ പോലും മടിക്കാതെ പീഡിപ്പിക്കുകയും ചെയ്തു. ഇതിന് മഹാപുരോഹിതനും ന്യായാധിപ സംഘത്തിലെ എല്ലാവരും സാക്ഷികളാണ്. അവരിൽ നിന്ന് ദമസ്കോസിലുള്ള അവരുടെ സഹോദരന്മാരുടെ പേർക്ക് എഴുത്തുകളും വാങ്ങി ഈ മാർഗക്കാരെ തടവുകാരാക്കി യെരൂശലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുവാൻ ഞാൻ അവിടേക്ക് പോയി. അങ്ങനെ യാത്ര ചെയ്ത് ദമസ്കോസിനടുത്തെത്തിയപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ആകാശത്ത് നിന്ന് അത്യുജ്വലമായൊരു പ്രകാശം പെട്ടെന്ന് എന്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നതെന്തിന് എന്ന് എന്നോട് ചോദിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. അങ്ങ് ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന നാസറായനായ യേശുവാണ് ഞാൻ. അവിടുന്ന് ഉത്തരം പറഞ്ഞു. എന്റെ കൂടെ ഇരുന്നവർ വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിച്ചയാളിന്റെ ശബ്ദം കേട്ടില്ല. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകുക. നീ ചെയ്യേണ്ടതെല്ലാം അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് പറഞ്ഞു. ആ പ്രകാശത്തിന്റെ തേജസ് എനിക്ക് അന്ധത വരുത്തിയിരുന്നതുകൊണ്ട് എന്റെ കൂട്ടുകാർ എന്നെ കൈക്ക് പിടിച്ച് ദമസ്കോസിലേക്ക് നടത്തി. അനന്യാസ് എന്ന പേരുള്ള ഒരാൾ എന്നെ കാണാനെത്തി. അദ്ദേഹം ഭക്തിയോടെ ന്യായപ്രമാണം പാലിക്കുന്നവനും ആ സ്ഥലത്ത് പാർത്തിരുന്ന എല്ലാ യഹൂദന്മാരാലും ബഹുമാനിക്കപ്പെടുന്നവനുമായിരുന്നു. അദ്ദേഹം എന്റെ അടുക്കൽ നിന്നുകൊണ്ട്, ശൗലേ, സഹോദര, കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ച് അദ്ദേഹത്തെ കണ്ടു. പിന്നെ അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു: നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടമറിവാനും നീതിമാനായവനെ കാണുവാനും അദ്ദേഹത്തിന്റെ വായിൽ നിന്നുള്ള വചനങ്ങൾ കേൾപ്പാനും തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് നീ സകല മനുഷ്യർക്കും മുമ്പാകെ അദ്ദേഹത്തിന്റെ സാക്ഷിയായി തീരും. ഇനി താമസിക്കുന്നതെന്തിന്? എഴുന്നേറ്റ് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. ഞാൻ യെരൂശലേമിൽ തിരിച്ചെത്തി ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മവിവശതയിലായി എന്നോട് സംസാരിക്കുന്ന കർത്താവിനെ കണ്ടു. അവിടുന്ന് എന്നോട്, നീ ഉടൻ തന്നെ യെരൂശലേം വിട്ടുപോകുക. എന്നെക്കുറിച്ചുള്ള നിന്റെ സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിന് ഞാൻ, കർത്താവെ, ഞാൻ പള്ളികൾ തോറും ചെന്ന് അങ്ങയിൽ വിശ്വസിക്കുന്നവരെ തടവിലാക്കുകയും അടിക്കുകയും ചെയ്തുവെന്ന് ഇവർക്ക് നന്നായി അറിയാം. അങ്ങേക്ക് വേണ്ടി രക്തസാക്ഷിയായ സ്തെഫാനോസിന്റെ രക്തം ചൊരിയുന്ന സമയം ഞാൻ അതിന് സമ്മതം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ച് അവിടെ നിൽക്കുകയായിരുന്നു എന്ന് മറുപടി പറഞ്ഞു. കർത്താവ് എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരെ വിജാതീയരുടെ അടുത്തേക്ക് അയക്കും എന്നരുളി ചെയ്തു. ഇത് പറയുന്നതുവരെ ജനക്കൂട്ടം പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവർ അത്യുച്ചത്തിൽ, ഇവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുക, യവൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല എന്ന് വിളിച്ചു പറഞ്ഞു. അവർ ഒച്ചപ്പാടുണ്ടാക്കുകയും കുപ്പായമൂരി എറിഞ്ഞുകളയുകയും കൂഴിവാരി മേൽപോട്ടെറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സൈന്യാധിപൻ പൗലോസിനെ പാളയത്തിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പോകുന്നു എന്ന് കണ്ടുപിടിക്കുന്നതിന് അദ്ദേഹത്തെ ചാട്ടവാറുകൊണ്ട് അടിച്ച് ചോദ്യം ചെയ്യുവാൻ ഉത്തരവിട്ടു. അവർ അദ്ദേഹത്തെ അടിക്കാൻ പിടിച്ചു കെട്ടുമ്പോൾ പൗലോസ് അടുത്തു നിന്നിരുന്ന ശതാധിപനോട്, ഒരു റോമാ പൗരനെ കുറ്റക്കാരനെന്ന് തെളിയിക്കാതെ അടിക്കുന്നത് നിയമാനുസൃതമോ എന്ന് ചോദിച്ചു. ശതാധിപൻ ഇത് കേട്ടിട്ട് സൈന്യാധിപന്റെ അടുക്കൽ ചെന്ന് വിവരം ധരിപ്പിച്ചു. അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ മനുഷ്യൻ ഒരു റോമാ പൗരനാണ്. അയാൾ സൈന്യാധിപനോട് പറഞ്ഞു. സൈന്യാധിപൻ പൗലോസിന്റെ അടുത്തെത്തി, താങ്കൾ ഒരു റോമാ പൗരനോ? എന്നോട് പറയൂ എന്ന് പറഞ്ഞു. അതെ, ഞാനാകുന്നു. പൗലോസ് മറുപടി പറഞ്ഞു, ഞാൻ വലിയൊരു വില കൊടുത്താണ്
ഈ പൗരത്വം സമ്പാദിച്ചിരിക്കുന്നത് എന്ന് സൈന്യാധിപൻ പറഞ്ഞതിന് പൗലോസ്, എന്നാൽ ഞാൻ ഒരു റോമാ പൗരനായി ജനിച്ചവനാണ് എന്ന് മറുപടി പറഞ്ഞു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഭാവിച്ചവർ ഉടൻ തന്നെ പിൻവാങ്ങി. പൗലോസ് എന്ന റോമൻ പൗരനെയാണ് താൻ ചങ്ങലകളാൽ ബന്ധിച്ചതെന്ന് മനസ്സിലാക്കിയ സൈന്യാധിപൻ പരിഭ്രാന്തനായി തീർന്നു. യഹൂദർ പൗലോസിന്റെ മേൽ ചുമത്തുന്ന കുറ്റത്തെക്കുറിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സൈന്യാധിപൻ പിറ്റേന്ന് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. മുഖ്യ പുരോഹിതന്മാരും ന്യായാധിപ സംഘവും കൂടി വരുവാൻ കൽപ്പിച്ചു. പിന്നീട് അയാൾ പൗലോസിനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിർത്തി.